ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ സൗദി ബഹ്റൈൻ റോഡ് ട്രിപ്പിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 12 മണിക്കാണ് ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിച്ചത്. ഖത്തറിൽ നിന്നുള്ള എക്സിറ്റ് പെട്ടെന്ന് കഴിഞ്ഞു. എക്സിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6.5 കിലോമീറ്ററോളം നോമാൻസ് ലാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് സൗദി എമിഗ്രേഷൻ ബൂത്തുകളൊക്കെ വരുന്നത്. സൗദി വിസ എടുത്തതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യ യാത്ര ആയതുകൊണ്ട് എനിക്കും മക്കൾക്കും ഫിംഗറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിംഗറിങ് കഴിഞ്ഞു, പാസ്പോർട്ട് ചെക്ക് ചെയ്തു, ഇൻഷുറൻസ് എടുത്തു, അവസാനമായിട്ട് ലഗേജ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൗദി ഇമിഗ്രേഷൻ ബൂത്തിൽ നിന്ന് കടക്കുന്നത്. ഇപ്പോൾ വൈകിട്ടായി തുടങ്ങി. ഞങ്ങൾ ഇത്രയും ലേറ്റ് ആവാൻ കാരണം എക്സിറ്റ് ആവുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിരുന്നു, ഫുഡൊക്കെ കഴിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രോസസ്സൊക്കെ ലേറ്റ് ആവാനൊക്കെ കാരണം. അപ്പോൾ ഞങ്ങൾ അൽക്കോബാറിൽ എത്തുമ്പോഴത്തേക്ക് രാത്രിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നത് സൗദിയിലെ ദമാം ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അൽക്കോബാറിൽ എത്തിയ ഉടൻ തന്നെ ഞങ്ങൾ പോയത് സൗദിയിലെ ഫേമസ് റെസ്റ്റോറൻ്റായ റൊമാൻസയിലേക്കാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയത്. എൻ്റെ മോൾക്ക് ഹോട്ടൽ റൂം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ റൂമിലെ വിശേഷങ്ങൾ പറയുന്നത് എൻ്റെ മോളാണ്. That means, what is that guy called? I don't know. And he went to bring the card for us to record our video. റൂമിലേക്ക് വരുന്ന സമയത്ത് റൂം കീ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ലഗേജ് കൊണ്ടുവന്ന റൂം പോയി കീ എടുക്കാൻ പോയിരിക്കുകയാണ്. അതാണ് മോള് പറഞ്ഞത്. 2 റൂമും ബാത്റൂമും ഹാളും കിച്ചനും ഒക്കെ ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല, പക്ഷേ കിച്ചനുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ചെറുതായിട്ട് കുക്കൊക്കെ ചെയ്തു. ഞങ്ങൾ കിച്ചണിൽ അത്യാവശ്യം എല്ലാ പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. Two beds for children. There's 2 beds for children also, and also there's a TV that they can watch, and they can sleep. A bathroom. Look, come on. It's so nice and clean. Oh, we didn't go this here. മുകളിലത്തെ നിലയിൽ പൂൾ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പൂളിൽ പോയിട്ട് അത് എൻ്റെ മോള് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ബഹ്റൈനിലേക്ക് പുറപ്പെട്ടു. ഇതൊരു ടോൾ ബൂത്താണ്. അത് കഴിഞ്ഞിട്ടൊരു ബ്രിഡ്ജാണ് വരുന്നത്. സൗദിയെയും ബഹ്റൈനെയും കണക്ട് ചെയ്യുന്നത് കടലിലൂടെയുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് യാത്ര തുടരാം. ബഹ്റൈനിലേക്ക് പോവാൻ വിസയുടെ ആവശ്യമില്ല, പക്ഷെ നമ്മളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം. ബഹ്റൈൻ ഇമിഗ്രേഷൻ ബൂത്തിലാണ് നമ്മൾ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോഴും സൗദിയിൽ തന്നെയാണുള്ളത്. സൗദിയുടെ ഭാഗമായിട്ടുള്ള ബ്രിഡ്ജിലൂടെയാണ് നമ്മളുടെ യാത്ര. നമ്മളിപ്പോൾ ഒരു ഐലാൻഡിലെത്തി. ഇവിടുന്ന് മുതൽ ബഹ്റൈൻ തുടങ്ങുകയാണ്. ഇവിടെയാണ് ബഹ്റൈനിൻ്റെ ഇമിഗ്രേഷൻ ബൂത്തൊക്കെ ഉള്ളത്. ബഹ്റൈൻ്റെ ഇമിഗ്രേഷൻ ബൂത്തുകൾ കണ്ടു തുടങ്ങി. ഇനി അവിടുത്തെ എൻട്രി പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് നേരമൊന്നും അവിടെ ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. പാസ്പോർട്ട് ചെക്കിങ്ങും പിന്നെ ഇൻഷുറൻസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഒരു മരം കാണാനാണ്.
ഒരു മരം കാണാനായിട്ട് 72ഓളം കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നവരാണ് ഞങ്ങൾ. ഈ ഒരു യാത്ര വേർത്താണോ എന്ന് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം അറിയാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എണ്ണപ്പാടത്തിലൂടെയാണ്. ഓയിൽ വെല്ലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഖത്തറിലൊന്നും ഇങ്ങനൊരു കാഴ്ച ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഖത്തറിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു മരം കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ മരത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 400 വർഷങ്ങൾ പഴക്കമുള്ള മരമാണിത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കാരണം ഈ യാത്ര വേർത്താണെന്ന് പറയാം. പക്ഷേ ഇതിന് ചുറ്റിലുമായിട്ട് വേറൊന്നും കാണാനില്ല, ഈ ഒരു മരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് കൂടിയൊന്നും ഇങ്ങോട്ടേക്ക് വരരുത്. ബഹ്റൈനിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മനാമയിലേക്ക് എത്തിയത്. മനാമയിലെ രാത്രി കാഴ്ചകൾ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഞങ്ങൾ തിരിച്ച് അൽക്കോബാറിലേക്ക് പോയത്. ബഹ്റൈൻ ബേയും കോർണിഷൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇൻ്റർനെറ്റ് കണക്ഷൻ തിരിച്ചു കിട്ടിയപ്പോൾ ഗൂഗിൾ കാണിച്ചു തന്ന ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ. പക്ഷേ എത്തിപ്പെട്ടത് ഞങ്ങൾ ഇവിടെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലമായിരുന്നില്ല ഇത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് ഗ്രാൻഡ് മോസ്ക് കാണാനായിട്ട് പോയി. ഈ സ്ഥലം പബ്ബും ക്ലബ്ബൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു. ഗൂഗിളിൽ ഗ്രാൻഡ് മോസ്ക് ആ സമയത്ത് ക്ലോസ് ചെയ്ത് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പുറപ്പെട്ടു. ഞങ്ങൾ എത്തിയ സമയത്ത് മോസ്ക് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചൊരു ഭാഗം ഞങ്ങൾക്ക് കാണാൻ പറ്റി. പക്ഷേ പെട്ടെന്ന് തന്നെ അടച്ചു. അങ്ങനെ ബഹ്റൈൻ ട്രിപ്പ് ഒരു ചെറിയൊരു ട്രിപ്പായിട്ട് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ അൽക്കോബാറിലേക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് താറൂത്ത് കാസിൽ കാണാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. നല്ല വെയിലായിരുന്നു. 47-48 ഡിഗ്രി ആയിരുന്നു ആ സമയം. റോഡിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെ ഭ്രാന്തന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രദേശം ഒരു ഐലാൻഡാണ്. താറൂത്ത് ഐലാൻഡ് എന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത്. ഫോർട്ടിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഫോർട്ടിന് ചുറ്റിലുമായിട്ട് കമ്പിവേലി കെട്ടിയിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഫോർട്ട് താൽക്കാലികമായിട്ട് അടച്ചതാണോ അതോ പെർമനൻ്റായിട്ട് ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അവിടെയുള്ള ഈന്തപ്പനയിൽ പഴുക്കാറായ ഈന്തപ്പഴങ്ങൾ കണ്ടു. വേറൊരു സ്ഥലത്ത് കുറച്ച് പഴുക്കാറായ ഈന്തപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആളുകൾക്ക് എടുക്കാനായിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചെടുത്തു. അവിടുന്ന് ഞങ്ങൾ പോയത് മർജാൻ ഐലാൻഡിലേക്കാണ്. അവിടേക്ക് പോകുന്ന കോർണിഷ് റോഡാണിത്. ഞങ്ങൾ അവിടെ എത്തി. പുറത്തിറങ്ങാൻ തോന്നിയില്ല, അത്രക്കും വെയിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാറ് നിർത്തിയിട്ട് ആ കാണുന്ന ആളുടെ ഫ്രൂട്ട് സ്റ്റാൾ സെറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പൊരിവെയിലത്ത് ഷെൽട്ടറൊന്നും ഇല്ലാണ്ട് ആൾ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ. അയാളൊരു സൗദി പൗരനാണ്. സൗദിയിലും ഒമാനിലൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറച്ച് വെയിലൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ ബോട്ട് റൈഡ് കണ്ടു. അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നറിയില്ല. സൺസെറ്റ് ആയതോടെ അവിടേക്കുള്ള ആളുകളുടെ വരവ് കൂടിയിരുന്നു. ഫുഡ് സ്റ്റാളുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു പ്രത്യേക വൈബായി തുടങ്ങിയിരുന്നു. കുറേ നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നിട്ടില്ല. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പുറപ്പെട്ടു.
ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഡോൾഫിൻ വില്ലേജിലാണ്. ഇവിടെ ഡോൾഫിൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ. ഇവിടെ കുറേ റൈഡ്സുകളുണ്ട്, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോ റൈഡിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഡോൾഫിൻ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ സമയമെടുക്കുന്ന അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സൂവിലേക്ക് കയറി. ചെറിയൊരു സൂ ആയിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു, ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. നമ്മളുടെ ഡോൾഫിൻ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 42 റിയാലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പൂളിൽ ഡോൾഫിൻ ഉണ്ടായിരുന്നെങ്കിലും ആദ്യം തന്നെ സീ ലയണിൻ്റെ ഷോ ആയിരുന്നു. ഒരു കുഞ്ഞു സീ ലയണായിരുന്നു. അടുത്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നോക്കിയപ്പോൾ ആളുടെ മുഖം ആകെ മാറി ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. എനിക്ക് കാര്യം മനസ്സിലായി, ഇതിനെ ഇങ്ങനെ കളിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലായി. ആൾക്കൊട്ടും ആസ്വദിക്കാൻ പറ്റിയില്ല. ആളാ ഈ സീ ലയണിനെ സങ്കടത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ മോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിൻ്റെ കളിയൊക്കെ കണ്ടിട്ട്. പിന്നെ കുറച്ച് നേരം ഡോൾഫിൻ ഷോ നടന്നു. അവസാനമായിട്ട് വലിയ സീ ലയണിൻ്റെ ഷോയോടെ ആ ഷോ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബായ്.